360 യജുഷ്മതി ഇഷ്ടികകൾ ഇവിടെ ബ്രാഹ്മ അഹങ്ങളെയും അഥവാ പകലുകളെയും, 360 പരിശ്രിത ഇഷ്ടികകൾ ബ്രാഹ്മരാത്രികളെയും സൂചിപ്പിക്കുന്നു. ഇവ ഓരോന്നും 432 കോടി വർഷം ദൈർഘ്യമുള്ള ഒരു കൽപ്പങ്ങളാണ്, ഓരോ കൽപ്പങ്ങളാണ്. ഇതിലെ പകലുകളിലാണ് സൂര്യചന്ദ്രന്മാരും ഭൂമിയുമൊക്കെ സൃഷ്ടിക്കപ്പെടുന്നത്. അതുകൊണ്ട് പകലുകളാകുന്ന യജുഷ്മതികളാണ് പ്രജാപതിയുടെ പ്രപഞ്ച ശരീരത്തിൻ്റെ ചിതിയുടെ ഭാഗമാകുന്നത്. രാത്രികളാകുന്ന പരിശ്രുതുകൾ ചിതിയിലല്ല, ചിതിക്ക് പുറത്താണ് വയ്ക്കുന്നത്. ഈ സംവത്സര സൃഷ്ടിയൊക്കെ നടക്കുന്നത് ബ്രഹ്മ അഹത്തേക്കാളും വലിയ അതിബൃഹത്തായ മറ്റൊരു പകലിനുള്ളിലാണ്. ആ പകൽ തുടങ്ങുന്നതിന് മുൻപ് ഒരു മഹാരാത്രിയായിരുന്നു. ആ രാത്രിയെക്കുറിച്ച് തതോ രാത്രജായത എന്ന് അഖമർഷണത്തിൻ്റെ തുടക്കത്തിൽ ആദ്യ മന്ത്രത്തിൽ ഋഗ്വേദത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഓം ഋതം ച സത്യം ചാഭീത്ത തപസോജായത തതോ രാത്രജായത തത സമുദ്രോ അർണവ എന്ന മന്ത്രം വളരെ പ്രധാനപ്പെട്ടതാണ്. ആദ്യം രാത്രി ഉണ്ടാകുന്നതിനും പിന്നീട് ആ രാത്രിയെ മറികടന്ന് അലകളോടുകൂടിയ സമുദ്ര സമാനമായ അവസ്ഥ ഉണ്ടാകുന്നതിൻ്റെയൊക്കെ വർണ്ണനകളാണ് ഇവിടെ നമ്മൾ കാണുന്നത്. ഇവിടെ ഈ മഹാരാത്രിയെ മറികടക്കുന്നതിൻ്റെ വർണ്ണന അതിരാത്രം എന്ന സങ്കല്പത്തിൽ അതിപ്രജാർത്ഥമായിട്ട് എടുക്കണം. രാത്രിയെ അതിക്രമിക്കുക എന്നതാണ് അതിരാത്രം എന്ന പദത്തിൻ്റെ അർത്ഥമെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ ആ മഹാരാത്രിയെ അതിക്രമിച്ചാണ് തൊട്ടടുത്ത സംവത്സര സൃഷ്ടി നടക്കുന്നത്. പിന്നീടാണ് ഈ പുതിയ സംവത്സരത്തിൽ പ്രജാപതിയുടെ ശരീരത്തിൽ പഞ്ചതന്മാത്രകളും അതിൽ നിന്ന് പഞ്ചഭൂതങ്ങളും പിന്നീട് സൂര്യാദി നക്ഷത്രങ്ങളും ജീവജാലങ്ങളും എല്ലാം ഉണ്ടാകുന്നു. അതായത് അതിരാത്രയാഗത്തിൽ അഗ്നിചയനത്തിന് ശേഷം പകലിലെ പോലെ തന്നെ രാത്രിയിലും സോമം ആഹുതി ചെയ്യുമ്പോൾ അത് നിലവിലുള്ള സൃഷ്ടിയുടെ സമാപനത്തിൽ നിന്നും അടുത്ത സൃഷ്ടിയിലേക്കുള്ള തുടർച്ചയെയാണ് കാണിക്കുന്നത്. നോക്കൂ, അതിരാത്രത്തിലെ അഗ്നിചയനത്തിന് ഉപയോഗിക്കുന്ന ഇഷ്ടികകളുടെ എണ്ണം മാത്രം എടുത്തുകൊണ്ടാണ് അതിൻ്റെ 4 തലങ്ങളെക്കുറിച്ചുള്ള അർത്ഥത്തെക്കുറിച്ച് നമ്മൾ വളരെ ഗഹനമായി ചർച്ച ചെയ്തു. ഇത് യമൻ നചികേതസിന് ഉപദേശിച്ച ആ അഗ്നിവിദ്യയുടെ വളരെ ചെറിയ ഒരു അംശമേ ആവുന്നുള്ളൂ. ശബ്ദപദത്തിൽ തന്നെ അഗ്നിചയനത്തെ വിദ്യ എന്ന് വിളിച്ചിട്ടുണ്ട്. അഗ്നി തന്നെയാണ് വിദ്യയും അഗ്നി തന്നെയാണ് കർമ്മവും എന്ന് ഞാൻ മറ്റൊരു എപ്പിസോഡിൽ മുമ്പ് പറഞ്ഞത് ഓർക്കുക. ഇത്രയൊക്കെ പ്രത്യക്ഷ ഉദാഹരണങ്ങൾ ഉണ്ടായിട്ടും വർഷങ്ങളോളം ഈ വിഷയത്തിൽ ഗവേഷണം നടത്തി പ്രബന്ധങ്ങളും പുസ്തകങ്ങളും രചിച്ചിട്ടും തത്വചിന്താധ്യാപകനായ പ്രൊഫസർ ഫ്രിസ്റ്റാൾ എന്തുകൊണ്ടായിരിക്കും അഗ്നിചയനത്തെ അല്ലെങ്കിൽ യാഗക്രിയകളെ പൊതുവെ അർത്ഥമില്ലാത്ത ക്രിയകൾ എന്ന് മുദ്ര കുത്തിയത്? മറ്റൊരു പ്രധാന കാര്യം, ഭാരതത്തിൽ ഗണിതത്തിൻ്റെ വിശേഷിച്ചും ജിയോമെട്രിയുടെ വികാസത്തിന് കാരണമായത് ഈ യാഗസംസ്കൃതിയാണ് എന്നതാണ്. മുഖ്യ കാര്യങ്ങളും അഗ്നി രഹസ്യങ്ങളും അവതരിപ്പിച്ചിരിക്കുന്നത് ഇതിലൂടെയാണ്. അതായത് യാഗത്തിലെ ചിതികളുടെയും വേദികളുടെയും യജ്ഞകുണ്ഠങ്ങളുടെയും വിസ്തീർണങ്ങളിലൂടെ അല്ലെങ്കിൽ അതിൻ്റെ അളവുകളിലൂടെയാണ്. ഇതിന് വേണ്ടിയാണ് ജോമെട്രിയെ ഭാരതീയർ വികസിപ്പിച്ചത് തന്നെ. ഉദാഹരണമായിട്ട് 3 ശ്രൗതാഗ്നികളുടെ കുണ്ഠങ്ങൾ ചതുരം, അർദ്ധവൃത്തം, വൃത്തം എന്നീ വ്യത്യസ്ത ആകൃതികളായിരിക്കുമ്പോഴും ഒരേ വിസ്തീർണത്തിലായിരിക്കണം എന്നുണ്ട്. ഇതിനായി വിവിധങ്ങളായ ആകൃതി പരിവർത്തന രീതികൾ വൈദികർ കണ്ടെത്തുകയുണ്ടായി. കൂട്ടത്തിൽ 2ൻ്റെ വർഗമൂലത്തെ 6 ദശാംശ സ്ഥാനങ്ങളുടെ കൃത്യതയിൽ അവർ രേഖപ്പെടുത്തി. യാഗത്തിൻ്റെ മഹാവേദി ലംബകം അഥവാ ട്രിപ്പീസിയം ആകൃതിയിലായിരിക്കണം എന്നുണ്ട്. ഇത് നിർമ്മിക്കണമെങ്കിൽ ഭുജ കോടി കർണന്യായം എന്ന പൈത്തഗോറിയൻ തിയറം ആവശ്യമാണ്. ഭുജ കോടി കർണന്യായം പൈത്തഗോറിയൻ തിയറമാണ്. അതും അവർ കണ്ടെത്തി. നാം ഇന്ന് പൈത്തഗോറിയൻ തിയറം എന്ന് വിളിക്കുന്ന ഗണിത സിദ്ധാന്തത്തിൻ്റെ ലോകത്തിലെ ആദ്യത്തെ നിർവചനം കാണുന്നത് പൈത്തഗോറസിനും നൂറ്റാണ്ടുകൾക്ക് മുൻപേ ജീവിച്ച ഋഷി ബൗധായനൻ്റെ ശൂൽബസൂത്രത്തിലാണ്. യാഗവേദികൾ നിർമ്മിക്കുന്നതിനാണ് ഈ ഗ്രന്ഥം രചിക്കപ്പെട്ടത്. അത് ആദ്യം ആലോചിക്കുക. ശൂൽബസൂത്രങ്ങൾ രചിക്കപ്പെട്ടത് യാഗവേദികൾ നിർമ്മിക്കുന്നതിന് വേണ്ടിയാണ്. പ്രാചീന വൈദികർ ഈ സങ്കീർണതകളിലേക്കെല്ലാം കാലെടുത്തു വെച്ചത് യാഗത്തിലെ അഗ്നി രഹസ്യങ്ങളെ തെറ്റില്ലാതെ അവതരിപ്പിക്കാനും തലമുറകളിലേക്ക് പകർന്നു നൽകാനുമാണ്. അങ്ങനെയുള്ള യാഗം നിഷ്പ്രയോജനമായ കളിയാണെന്ന് ഫ്രിസ്റ്റാൾ ലോകത്തോട് വിളിച്ചു പറയുമ്പോൾ അതെത്രമാത്രം അപക്വമാണെന്ന് നമ്മൾ പറയേണ്ട കാര്യമില്ല.
ദൗർഭാഗ്യം എന്താണെന്ന് വെച്ചാൽ അക്കാദമികൾക്ക് ഇന്നും ഇക്കാര്യത്തിൽ ഫ്രിറ്റ്സ്റ്റാളാണ് പ്രമാണം. ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ യാഗത്തിൻ്റെ 4 വ്യത്യസ്ത തലങ്ങളിലുള്ള അർത്ഥങ്ങളെയാണ് പരിചയപ്പെടുത്തിയത്. ഇവിടെ നാം ചർച്ച ചെയ്തതിലും എത്രയോ വലുതാണ് യാഗത്തിൻ്റെ അർത്ഥം. അതിനാൽ യാഗം നിരർത്ഥകമായ ഒന്നാണ് എന്ന് ആരെങ്കിലും പറയുമ്പോൾ സത്യം അതല്ല. അർത്ഥസമ്പുഷ്ടവും വിജ്ഞാന സമൃദ്ധവുമാണ് യാഗം എന്ന് തിരിച്ചു പറയാൻ നമുക്ക് സാധിക്കണം. ഭാരതത്തിൻ്റെ ശാസ്ത്രം വളർന്നത് യാഗാഗ്നിയുടെ വെളിച്ചത്തിലാണെന്ന് സ്വദേശീയരെങ്കിലും നമ്മൾ ബോധ്യപ്പെടുത്തേണ്ടത്. ഇതാണ് കോഴിക്കോട് അതിരാത്രത്തിൻ്റെ മുഖ്യ ലക്ഷ്യം. ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എൻ്റെ ശിഷ്യന്മാരൊക്കെ ഇപ്പോൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇത്രയും വിശദമായിട്ടുള്ളൊരു കാര്യമാണ് ഈ അതിരാത്രം എന്ന് പറയും. ഇതിൻ്റെ ഗണിത പ്രക്രിയയെക്കുറിച്ച് മനസ്സിലായി, ഇതിൻ്റെ ജ്യോതിശാസ്ത്രപരമായ കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് മനസ്സിലായി, അതേപോലെ ശരീരശാസ്ത്രപരമായ അതിൻ്റെ ബന്ധങ്ങളെക്കുറിച്ച് മനസ്സിലായി. വളരെ ആഴമുള്ള ഗഹനമായ ഈ ഉൾക്കാഴ്ച ഉള്ളത് കൊണ്ടാണ് അഗ്നി ഒരേ സമയം ജ്ഞാനവും കർമ്മവും ഒക്കെയാണ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് അമരത്വം, എങ്ങനെയാണ് നമ്മുടെ അറിവിലൂടെയാണ് അമരത്വം നേടുന്നത്. അമരത്വം എന്ന് പറയുന്നത് ഒരു ശരീരത്തിൻ്റെ മരണമില്ലായ്മയല്ല എന്ന് പറയുന്നത് ഇതുകൊണ്ടാണ്. അതിലത്രയധികം ജ്ഞാനസമ്പുഷ്ടമായ അറിവിൻ്റെ ഒരു വലിയ ലോകം നമ്മളെ മുമ്പിൽ തുറന്നു വയ്ക്കുന്നത് കൊണ്ട് ഇന്നും ഈ കാലഘട്ടത്തിൽ ഇന്ന് ഞാൻ സംസാരിക്കുമ്പോൾ പോലും ആ ഗണിതം സജീവമായി നിലനിൽക്കുകയാണ്. ആ ജ്യോതിശാസ്ത്രം ഇന്നും സജീവമായി നിലനിൽക്കുകയാണ്. ഇന്നും ആ ശരീരശാസ്ത്രം നിലനിൽക്കുകയാണ്. അതാണ് മരണമില്ലായ്മ എന്ന് പറയുന്നതെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നമസ്കാരം. വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകളുമായി ദേശീയതയുടെയും സമാജത്തിൻ്റെയും ശാക്തീകരണത്തിനു വേണ്ടി തത്വമയിയുടെ ജൈത്രയാത്ര തുടരുകയാണ്. യൂട്യൂബിൽ മാത്രം തത്വമയിക്ക് 10 ലക്ഷം സബ്സ്ക്രൈബേഴ്സിലേക്ക് എത്താൻ ഏതാനും ചുവടുകൾ മാത്രമാണ് ബാക്കി. മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും തത്വമയിയുടെ നിറസാന്നിധ്യം തുടരുകയാണ്. ഈ അവസരത്തിൽ ഞങ്ങൾക്ക് നിങ്ങളോടുള്ള അഭ്യർത്ഥന ഞങ്ങളോടൊപ്പം നിൽക്കുക എന്നുള്ളതാണ്. നിങ്ങൾ ഉപയോഗിക്കുന്ന ഏത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ആണെങ്കിലും ഞങ്ങളുടെ വരിക്കാരാകുക, ഞങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് തത്വമയിയുടെ ഈ സന്ദേശം പ്രചരിപ്പിക്കുക. ഞങ്ങളോടൊപ്പം നിൽക്കൂ, രാഷ്ട്രത്തോടൊപ്പം നിൽക്കൂ, ദേശീയതയ്ക്കൊപ്പം സഞ്ചരിക്കൂ.